അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ ഡോഗ്. ഇവൻ്റെ പേര് മിലോ എന്നാട്ടോ. ഇവനെ ഞങ്ങൾക്കൊരു ഡോഗ് എന്ന് പറയുന്ന പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ കൊച്ചാണേ. ഇതെന്താ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്, കൂട്ടിക്കൊണ്ടിടാൻ മേലെന്നൊക്കെ ചോദ്യങ്ങൾ വരുമായിരിക്കാം. അവന് കൂട്ടിക്കിടക്കുന്നത് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. അവൻ ഇവിടെ കിടക്കുന്നതും ഇഷ്ടമല്ല. അവനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പരിപാടി അതായിരിക്കും കേട്ടോ. അപ്പം ഇത് ഞങ്ങൾ കുറേ നാൾ കൂടി കണ്ട ആ ഒരു സ്നേഹമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കത്ത് പോലുമില്ല. പിന്നെ അഴിച്ചു വിടുന്ന കാര്യം നോക്കുക കൂടി വേണ്ട. അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഡോഗ് ഓടുന്ന പോലെ ആയിരിക്കുമല്ല, ഒരൊറ്റ പറപ്പിലായിരിക്കും. ജെറ്റ് സർവീസ് എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ പോക്ക് ഒറ്റ വരവായിരിക്കും കേട്ടോ ആളെ. ഇവന് വെറും 23 ദിവസം പ്രായമുള്ളപ്പോഴത്തേനെയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇപ്പം അവന് ഏകദേശം ഒരു 1.5 വയസ്സായി കാണുമായിരിക്കും. എന്തായാലും നവംബർ 2 അവൻ്റെ 2ാം പിറന്നാളാട്ടോ. 1ാം പിറന്നാൾ ഞങ്ങൾ നല്ല ഗ്രാൻഡായിട്ടാണ് ആഘോഷിച്ചത്. ഇനി 2ാം പിറന്നാളും അതേപോലെ തന്നെ ഗ്രാൻഡായിട്ടായിരിക്കും ഞങ്ങൾ ആഘോഷിക്കാൻ പോകുന്നത്. ഇവനെ സംബന്ധിച്ച് ഇവന് ഫുഡൊന്നും കാര്യമായിട്ട് വേണ്ട. ഇവൻ്റെ കൂടെ എപ്പോഴും ആളിങ്ങനെ കണ്ടാൽ മതി. ഇതാണ് ഇവന് ഏറ്റവും ഇഷ്ടം. എപ്പോഴും എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ കൊച്ചേ പൊന്നേ മിലോ കുട്ട, ഞങ്ങൾ മിലോ കുട്ട എന്നാട്ടോ എപ്പോഴും വിളിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും കുറച്ച് നേരം നമ്മൾ പറയുന്നത് എന്താണെന്നൊക്കെ കേട്ടൊക്കെ ഇരിക്കും. പിന്നെ പാട്ടൊക്കെ പാടുവാണെങ്കിൽ പുള്ളിക്കാരൻ അത് നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവേ. അപ്പം എന്താ, ഞാൻ വന്നതിൻ്റെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പോവാന്ന് പറഞ്ഞ് ടാറ്റ പറയുന്നതാണ് ഇതേ. പിന്നെ ഇവന് കൂട്ടായിട്ട് ഞങ്ങൾക്കൊരു പൂച്ചക്കുട്ടി കൂടി ഉണ്ട്. അതിൻ്റെ പേര് ഷുക്കൂർ എന്നാട്ടോ. അത് എൻ്റെ അനിയൻ കൊണ്ടുവന്നാണ് ഷുക്കൂറിനാട്ടോ. അപ്പം എന്താ, ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കൈതാടാന്നൊക്കെ പറഞ്ഞ് അവന് തോന്നുമ്പോഴേ അവൻ കൈയൊക്കെ തരത്തുള്ളൂ. അങ്ങനെ കൈതാടാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഷൂട്ടിങ്ങുകളാട്ടോ. ഇവനെ അഴിച്ചു വിട്ട് കഴിഞ്ഞ് മിലോന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഓടി പിടച്ച് വരുന്നതാണ്. അവൻ്റെ കഴുത്തിൽ ഞങ്ങളൊരു മണിയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ ഏത് വഴിയാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മണി കിടന്ന് കിളുങ്ങുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ എവിടെയാണ്. അതിനുവേണ്ടി കെട്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഇവനെ സംബന്ധിച്ച് ഇവൻ്റെ കയ്യിൽ കുരുത്തക്കേട് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വഴിയേക്കൂടെ ചുമ്മാ ആരെങ്കിലും പോയാൽ കുരയ്ക്കും, കാര്യമുള്ള കാര്യത്തിന് പോയാൽ കുരയ്ക്കും, ഒരു പൂച്ചക്കുഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കുരയ്ക്കും, ഒരു പല്ലി അങ്ങോട്ട് മാറിയാൽ കുരയ്ക്കും. ഇതൊക്കെ തന്നെയാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ഇവൻ എന്തിനാണ് കുരയ്ക്കുന്നതെന്നൊന്നും നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ചില സമയം ചുമ്മാ നിന്ന് കുരയ്ക്കുന്നതാണ്, ചില സമയത്ത് കാര്യമുള്ള കാര്യത്തിനും കിടന്ന് കുരയ്ക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.